ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക്. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് യേശു നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധമായിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് കേൾക്കാൻ പോകുന്നത്. അതായത് ഒരു മനുഷ്യ വ്യക്തിയോട് ജീസസ് സംസാരിച്ച് അവൻ്റെ കൂടെ നടക്കാനായിട്ട്, അങ്ങനെ അവനെ എല്ലാവിധ കഷ്ടതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടുത്തി അവനെ ദൈവത്തിൻ്റെ സ്വന്തം മകനായി മകളായിട്ട് നടത്തിക്കൊണ്ട് പോകണം. അതിന് യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അങ്ങനെ നിങ്ങളുടെ കുടുംബത്തെ നടത്തണമെങ്കിൽ യേശു നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്. പൊതുവേ നമ്മൾ ശ്രദ്ധിക്കുക, ദൈവം നടത്തുന്നവരും ദൈവം നടത്താത്തവരും ഈ ലോകത്തിലുണ്ട്. ദൈവം നടത്തുന്നവരും ദൈവം നടത്താത്തവർക്കും ഉയർച്ചകളുണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവം നടത്തുന്നവരുടെ അടിസ്ഥാനം ബലമുള്ളതായിരിക്കും. ദൈവം നടത്താത്തവരുടെ അടിസ്ഥാനം ബലമുള്ളതല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ട് വീട് പണിയെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. ഒന്ന് പാറയുടെ മുകളിൽ പണിത വീടിനെക്കുറിച്ചും ഒന്ന് മണലിൽ പണിത വീടിനെക്കുറിച്ചും പറയുന്നുണ്ട്. അന്നത്തെ സാഹചര്യം അനുസരിച്ച് മണലിൽ താഴ്വാരങ്ങളിൽ വീട് പണിതാൽ പാറയിൽ നിന്ന് വരുന്ന ഒലിച്ചു വരുന്ന വെള്ളം അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ അടിവാരത്തിലുള്ള സകലതും എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ വയനാടൊക്കെ സംഭവിക്കുന്നത് പോലെ. അങ്ങനെ രണ്ട് പേരും വീട് പണിയുന്നു, പക്ഷേ ഒരാളെ വിശ്വാസിയെന്നും ഒരാളെ അവിശ്വാസിയായിട്ടും കാണുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ എക്സാമ്പിൾ യേശു പറയുമ്പോൾ പാറയുടെ രണ്ടുപേരുടെ വീട് പണിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും വീട് പണിയും, ഇതാണ് സത്യം. അപ്പോൾ രണ്ടുപേർക്കും അനുഗ്രഹം, രണ്ടുപേർക്കും ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നിലനിൽപ്പാണ് ദൈവ നടത്തിപ്പിൻ്റകത്തുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഭവനം, ഇതൊക്കെ നിലനിന്ന് പോകുന്നുണ്ടോ? ഇതാണ് ദൈവ അനുഗ്രഹം, ദൈവ നടത്തിപ്പ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ അധ്വാനിക്കുന്നു, നമുക്ക് സമ്പത്തുണ്ടാവുന്നു, നമുക്ക് പക്ഷേ നിലനിൽപ്പില്ല. സകലതും ഒരു നിമിഷം കൊണ്ട് തകരുന്നു, നശിക്കുന്നു. എങ്കിൽ ദൈവ നടത്തിപ്പുമായിട്ട് നമ്മൾ ശ്രദ്ധ വെക്കണം. നമുക്കെവിടെ പ്രശ്നമുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം നടത്തിക്കണമെങ്കിൽ നമുക്കറിയാം, നിത്യജീവൻ ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവം കൂടുതലും നടത്തിപ്പ് ചെയ്യാറുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. ഒന്ന്, അവർക്ക് ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ദൈവം നടത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവം അവരെ പൊതിഞ്ഞ് കൊണ്ട്, ദൈവം അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു പേഴ്സണും അവന് ചില ക്യാരക്ടർ അവൻ്റെ അകത്ത് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ദൈവം ഒരാളെ വിളിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊള്ളുക. ഒരു കുടുംബത്തിൽ പ്രാർത്ഥനക്കാരനായി അല്ലെങ്കിൽ പ്രയർ ചെയ്യുന്ന വ്യക്തിയായി, ലീഡ് ചെയ്യുന്ന വ്യക്തിയായി, വർഷിപ്പ് ചെയ്യുന്ന വ്യക്തിയായി, അല്ലെങ്കിൽ സാരോപദേശം നൽകുന്ന വ്യക്തിയായി, പ്രീച്ചറായിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രെയിനറായിട്ട് ഒക്കെ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, ആ വിളിക്കണമെങ്കിൽ ചില നിയമങ്ങൾ ഉണ്ട്. ദൈവം ചുമ്മാ എല്ലാവരെയും വിളിക്കത്തില്ല. ആർക്കും വേണമെങ്കിലും ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല. ശരിയായ രീതിയിൽ ജെനുവിനായിട്ട് ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ വിളിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കാണും. അതിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേർ നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വരികയും വചനപ്രഘോഷകരായി മാറുകയും ചിലവർ പിന്മാറിപ്പോവുകയും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ശക്തമായ രീതിയിൽ നിലനിന്ന് പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ക്വാളിറ്റി ഇതാണ് നിങ്ങളോട് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 3 ക്വാളിറ്റി ഈ വിളിക്കപ്പെടുന്നവർക്ക് ഉണ്ടാകണം. ദൈവം വിളിക്കുന്ന ആൾക്ക് 3 ക്വാളിറ്റി ഉണ്ടാവും. ഒന്ന്, ഭൗതികമായ കാര്യങ്ങളിൽ തീഷ്ണത കാണിക്കുന്ന ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ അയാൾക്ക് ആത്മീയതയൊന്നുമില്ല, പക്ഷേ അയാളെ ഏൽപ്പിച്ച ഭൗതികമായ കാര്യം ഒരു ചെരുപ്പ് കടയാണ്. ആ ചെരുപ്പ് കട രാവിലെ പോയി തുറക്കുന്നു, അതിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ നോക്കുന്നു.
അതിൽ ഒരിക്കലും മറ്റ് കടകളിൽ നിന്ന് താഴേക്ക് പോകാതെ തൻ്റെ സെയിൽസ് എത്രമാത്രം ലെവലിലെത്തിക്കാമോ അത്രമാത്രം ലെവലിലെത്തിക്കാൻ. പക്ഷേ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊള്ളുക. അയാൾ എത്തിക്കാൻ നോക്കുന്നുണ്ട്. അതായത് അയാൾക്ക് ആകെ അറിയാവുന്നത് ചെരുപ്പ് കട. ഞാനൊരു എക്സാമ്പിളാണ് ചെരുപ്പ് കടയായിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ അസുഖം വന്ന് പോകാതെ അവരത്രമാത്രം സംരക്ഷണം കൊടുത്ത് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതായത് ഭൗതികതയിൽ തനിക്ക് ഉള്ള സമ്പത്തിനെ വളരെ തീഷ്ണതയോടെ ഉറക്കമുളച്ച് ശ്രദ്ധയോടെ നോക്കുന്ന സ്വഭാവമുള്ള ഒരുവൻ, അവനെ ദൈവം വിളിക്കും. എന്താ കാരണം? ദൈവത്തിൻ്റെ ബലപ്പെട്ട നിധി അവനെ ഏൽപ്പിച്ചാൽ അവൻ ഇതുപോലെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ വിളിക്കും. അതേസമയം ഒരു സ്ഥാപനം ഇട്ടിട്ട് അത് മൊത്തം വിവേകമില്ലാതെ അവിടെ ഇവിടെ നിന്നുള്ള ആകെ ഡെയിലി വരുമാനം 1000 രൂപ, അവൻ കടം മേടിക്കുന്നത് 3000 രൂപ. എന്നിട്ട് 3000 രൂപ അവൻ കടം കൊടുക്കാൻ നിൽക്കണം. ആകെ വരുമാനം എത്ര? 1000 ഉള്ളൂ. മേടിച്ച് കൂട്ടുന്നത് എത്ര? കുറേ പൈസ കൂട്ടിയിട്ട് മാസം 3000 വെച്ച് അടയ്ക്കണം. അപ്പോൾ അവനെ കൊണ്ട് പറ്റുമോ? ആകെ എത്ര ഉണ്ട്? 1000 രൂപയുള്ളൂ. 2000 രൂപ എക്സ്ട്രാ ഉണ്ടാക്കണം. അപ്പോൾ എക്സ്ട്രാ ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? അടുത്ത സ്വത്തെടുത്ത് പണയം വെക്കും. പണയം വെച്ചിട്ട് ഇവൻ്റെ എക്സ്ട്രാ അടയ്ക്കാൻ നോക്കും. അപ്പോൾ സ്വത്തിൻ്റെ പണയം വെക്കുന്നതിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റാതെ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി അതാകെ ജപ്തി നോട്ടീസിൽ വരും. ഇപ്പം ഇങ്ങനെയുള്ള ഒരുത്തനെ ബൈബിളും എടുത്ത് ദൈവം ഇറക്കൂ. ബൈബിളിൻ്റെ നിയമം അനുസരിച്ച് അവൻ ആരാണ്? ആരാ? ധൂർത്തപുത്രനാണോ? തീഷ്ണതയില്ലാത്തവനാണ് അവൻ. മറ്റുള്ളവൻ്റെ നിന്ന് എങ്ങനെ കടം മേടിക്കണമെന്നുള്ള തീഷ്ണത കിടക്കില്ലയോ? അത് നമ്മൾ ചിന്തിക്കണം. ബൈബിളിൻ്റെ ഭാഷ വെച്ച് പോഷൻ എന്നാണ് അതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് കൂട്ടിവെക്കുക, അതാണ് പോഷൻ. ഞാനിത് ദൈവം നിശ്ചയിക്കപ്പെട്ടിട്ട് നേരത്തെ എഴുതി വച്ചിരിക്കുന്ന ക്ലാസ്സുകളാണിത്. അപ്പം നിങ്ങൾക്കത് പ്രയോജനമാകണം, അതേ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ഇത് എന്താണ്? വിവേകമില്ലായ്മ എന്ന് പറയുന്നത് പോഷനാണ്. ഈ പോഷൻ്റെ കൂടെ നമ്മൾ കൂടെ നടക്കുന്ന ഫാമിലി, കൂടെ നടക്കുന്ന ഫ്രണ്ട്സ്, അവരും കൂടെ കടം കയറും. കാരണം ഇവൻ കിടന്ന കാര്യം ഇവിടെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയും, ഇവരും കൂടെ പെട്ടു. ഇതും സുഭാഷിതങ്ങളിൽ ബൈബിൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയാലും അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കടം മാത്രം മാറിയാൽ മതി. അതുകൊണ്ട് ദൈവം വിളിക്കുമോ അവരെ? ഒന്നും മിണ്ടാത്ത എന്താ? അങ്ങനെ കടം മാത്രം മാറിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെട്ട് ഇപ്പോൾ ഇരിക്കുമായിരിക്കും. അതാ വേണ്ടി ഹല്ലേലൂയ വരാത്തത്. പറഞ്ഞു മനസ്സിലായി? അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവരെ പൊടിയിട്ട് നോക്കിയാൽ കാണത്തില്ല ദൈവവചനം. പക്ഷേ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഈ ഹാളിൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് കേരളത്തിൽ പാറശാല മുതൽ നമ്മുടെ സഹോദരങ്ങൾ പാറശാല മുതൽ മംഗലാപുരം വരെ നമുക്ക് വൺഡേ ധ്യാനങ്ങളുള്ളതാണ്. എല്ലായിടവും നമുക്ക് ദൈവത്തിൽ വേർതിരിക്കപ്പെട്ട ജനങ്ങൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ എന്താ കാരണം? നിത്യജീവനാണ് ഇമ്പോർട്ടൻറ്റ്. യേശുവിൻ്റെ ശരീരത്തിലെ മെമ്പറാകുക എന്നതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമ്മുടെ സീറ്റുകൾ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഹല്ലേലൂയ. ആ ഇമ്പോർട്ടൻസ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവം പരിപാലിക്കാൻ തുടങ്ങും. ആ ഇമ്പോർട്ടൻസ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം എന്തു ചെയ്യും? നമ്മളെ പരിപാലിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഏതാ ഇമ്പോർട്ടൻസ്? ഏതാണ് പറഞ്ഞേ? ഏതാ ഇമ്പോർട്ടൻസ്? നിത്യജീവൻ. പിന്നെ ഏതാണ്? യേശുവിൻ്റെ ശരീരത്തിൻ്റെ മെമ്പർ. സഭയുടെ ഇടവകയുടെ അല്ല. ആരുടെ മെമ്പർ ആവണം? യേശുവിൻ്റെ ശരീരത്തിലെ മെമ്പർ ആവണം. ഇടവകയുടെ മെമ്പർ യേശുവിൻ്റെ ശരീരത്തിലല്ല. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ ഓണം വരുമ്പോൾ നോക്കണം അവരാരുടെ ശരീരത്തിലാണെന്നുള്ളത്. അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ബോഡി നിങ്ങൾ കീപ്പപ്പ് ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ വരുമ്പോൾ ദൈവം നിങ്ങളെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഭൗതികതയിൽ തീഷ്ണതയുള്ള ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കാറുണ്ട്. അവനെ ദൈവവേലയ്ക്കിട്ടാൽ അവനതുപോലെ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് രാപ്പകലോളം മീൻ പിടിക്കാനായിട്ട് മെനക്കെടുന്ന പത്രോസ്, യോഹനാൻ, അന്ത്രയോസ്, യാക്കോബ്, ഇവരെയൊക്കെ നിങ്ങളൊന്ന് നോക്കി. കർത്താവ് നേരെ ചെന്നിട്ട്, എന്നാൽ ഇവർക്ക് ഈ സ്നാപയോഹനാൻ്റെ മുമ്പിൽ പോയി സ്നാനമേറ്റവരുമാണ്. കർത്താവ് നേരെ ചെന്നിട്ട് പറഞ്ഞു, വന്നോ
നിങ്ങൾ അവരോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾ വലയെറിഞ്ഞ് മീനെ പിടിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാകാം. അപ്പോൾ ദൈവം അംഗീകരിച്ചത് എന്താണ്? അവരുടെ ജോലിയാണ്. ആ ജോലിയോട് അവർ കാണിക്കുന്ന തീഷ്ണതയാണ് യേശു അവരെ നോക്കുന്നത്. അവരോട് പറഞ്ഞു, പത്രോസേ, നീ ഈ തീഷ്ണത കാണിക്കുന്നത് കണക്ക്, ആ തീഷ്ണത മതി, ഞാൻ നിന്നെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കി മാറ്റാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേസമയം രാവിലെ അപ്പന്മാർ ഒരു സ്ഥാപനം ഇട്ട് കൊടുത്ത് ചെരുപ്പ് കട തന്നെ ഇടാം. അപ്പന്മാർ ചെരുപ്പ് കട ഇട്ടിട്ട് മോൻ്റെ പേരെന്തോ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞു. മോൻ്റെ പേര് അരുൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര്. അപ്പോൾ അരുൺ ഫുഡ് വെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടു. രാവിലെ 10 മണിയായാലും കട്ടിലേ കിടന്ന് ഉറക്കവാ, ആമേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവൻ ഗുണം പിടിക്കുമോ? നിങ്ങൾ തന്നെ പറ, അവൻ ഗുണം പിടിക്കുമോ? അവൻ്റെ ആഗ്രഹം എന്താണെന്നറിയാം? പ്രവാചകനാകണമെന്നാ, കുറഞ്ഞതൊന്നുമല്ല. കർത്താവ് അവനെ കാണുമ്പോഴേ കർത്താവ് ഇരുന്ന് ഉറങ്ങും. അപ്പം ഇങ്ങനെയുള്ള, അതാ ഞാൻ പറഞ്ഞത്, വിളിക്കുന്നത് തീഷ്ണതയുള്ളവരെയാണ് വിളിക്കുന്നത്. ഏൽപ്പിച്ച കാര്യത്തിൽ തീഷ്ണവാന്മാരായവർ, അവരെ നിങ്ങൾ നോട്ട് ചെയ്തോ? ഇന്നത്തെ എൻ്റെ ക്ലാസ് മുതൽ നോട്ട് ചെയ്തോ? ഇന്നത്തെ എൻ്റെ ക്ലാസ് മുതൽ നോട്ട് ചെയ്തോ? അവരുടെ പ്രീച്ചിങ്ങിലായിക്കോട്ടെ, അവരുടെ ആത്മീയ പ്രവർത്തനത്തിലായിക്കോട്ടെ, വ്യത്യാസത മറ്റുള്ളവരിൽ നിന്ന് കാണും. സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഞാൻ യേശു ക്രിസ്തു ഗലീല കടലിൻ്റെ തീരത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു റോമൻ ഗവൺമെൻറ്റിനോട് തീക്ഷ്ണത കാണിക്കുന്ന ഒരു ജോലിക്കാരനെ കണ്ടു. പേര് ലേവിയ എന്നാണ് ബൈബിളിൽ പറയുന്നത്. മത്തായി എന്നാണ് പേര്. അറിയാലോ, യേശുവിൻ്റെ അപ്പോസ്തലനായ മത്തായി. ഇദ്ദേഹം ഗലീല കടലിൻ്റെ തീരത്ത് ഒരു കസ്റ്റം ഓഫീസുണ്ടായിരുന്നു, കസ്റ്റംസിൻ്റെ ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ മുറ്റത്ത് ഇരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തു അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പറയുന്നത്, ലേവി, നീ എന്നെ അനുഗമിക്കുന്നെങ്കിൽ അനുഗമിക്കാൻ പറഞ്ഞു. ലേവിയുടെ പിന്നെ മത്തായി എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവയുടെ ദാനം എന്നാണ്. യഹോവയുടെ ദാനം എന്ന പേര്. പക്ഷെ പുള്ളി മൊത്തം ചെയ്യുന്നത് ചുങ്കപ്പിരിവാണ്. പക്ഷെ ഏൽപ്പിച്ച ജോലി ഇതാരാണ്? ഈ ചുങ്കപ്പിരിവിൻ്റെ ലീഡർ ആരാണെന്ന് പറയാമോ? ഈ ചുങ്കം പിരിക്കുന്ന ലേവി എന്ന് പറയുന്ന ഒരു ഗണത്തെ മൊത്തം ചുങ്കം പിരിവിനെ ഏൽപ്പിച്ചു, വേറെ ആരെയും ഏൽപ്പിച്ചില്ല. ലേവി എന്ന ഗണത്തെ മാത്രം ചുങ്കം പിരിവിനെ ഏൽപ്പിച്ചു, വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതാരാണ് ഏൽപ്പിച്ചതെന്നറിയാമോ? ആരാണ്? സീസറല്ല. സീസറിനെന്തോ ലേവി ആര്? യഹൂദനാര്? സീസറിനതൊന്നുമില്ല, ചുങ്കം പിരിച്ച് കിട്ടിയാൽ മതി. എന്നാൽ ലേവി മാത്രം ചുങ്കം പിരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഓർഡർ ഇട്ടു. നിങ്ങൾക്ക് പറയാം, യഹൂദന്മാരോട് കൂറുള്ള ഒരാളാണ്, പുള്ളി രാജാവാണ്. ഇത്രയൊക്കെ പറഞ്ഞു തരാം. ഹെറോദോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹെറോദോസാണ്. ഹെറോദോസ് പറഞ്ഞു ലേവിയ മാത്രം, അവർക്ക് പണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ മാത്രം ചുങ്കം പിരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഗലീലി തീരങ്ങളിലെല്ലാം ചുങ്കം പിരിക്കാൻ ലേവിയന്മാരെ ഈ ഹെറോദോസ് അറേഞ്ച് ചെയ്തിട്ട് ഹെറോദോസിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ഇവർ ചുങ്കം പിരിവ് തുടങ്ങി. വളരെ മിടുക്കനായിരുന്നു ലേവി ചുങ്കം പിരിക്കാനായിട്ട് മിടുക്കനാണ്. അതുകൊണ്ടാണ് എപ്പോഴും കസ്റ്റം ഓഫീസിൽ ലേവി എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ലേവിയെ യേശുക്രിസ്തു വിളിക്കുന്നുണ്ട്. ഒരു അന്യമതക്കാരൻ്റെ പേരിൽ ഇത്രമാത്രം ജോലിയിൽ തീഷ്ണത കാണിക്കുന്ന ഇവൻ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി സ്റ്റാഫാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ട് മത്തായി എവിടേക്കാണ് പോയതെന്നറിയോ? എത്യോപ്യ എന്ന സ്ഥലത്തേക്ക് സുവിശേഷ വേലയായി പോയതിന് ആദ്യം 1-ാം നൂറ്റാണ്ടിലെ രേഖകളിൽ പറയുന്നു, പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനിൽ ആദ്യമായി സുവിശേഷം അറിയിച്ചത്, എത്യോപ്യയിൽ ആദ്യമായി സുവിശേഷം അറിയിച്ചതിൽ 1-ാം നൂറ്റാണ്ടിലെ രേഖകളിൽ വ്യക്തമായി പറയുന്നുണ്ട്
മത്തായി അവിടെയാണ്. എന്നാൽ മത്തായിയുടെ മരണത്തെക്കുറിച്ച് ഒരു രേഖയും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. രക്തസാക്ഷിത്വമാണ് എന്ന് ചിലർ പറയപ്പെടുന്നെങ്കിലും അതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ചുങ്കത്തോട് കാണിച്ച തീക്ഷ്ണത മത്തായി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി കഴിഞ്ഞപ്പോൾ ശക്തമായി അതേ തീക്ഷ്ണത കാണിച്ച് അവസാനം വരെയും അവൻ നിലനിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. 70 ശിഷ്യന്മാർ വേറെ ഉണ്ടായിരുന്നു. POC ബൈബിളിൽ 72 66 പുസ്തകത്തിൽ 70 എഴുതിയിരിക്കുന്നത്. പക്ഷേ ശിഷ്യന്മാർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കറക്റ്റ് 70 ഉണ്ടായിരുന്നുള്ളൂ. കാരണം സെപ്റ്റുഅജന്റ് എന്നാണ് ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ പറയുന്നത്. ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ സെപ്റ്റുഅജന്റ് ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേരാണെന്ന്, സെപ്റ്റുഅജന്റ് എന്ന് പറഞ്ഞാൽ 7-10 എന്നാണ്, 70 പേരേ ഉള്ളൂ. എന്തുകൊണ്ടാണ് POCയിൽ 72 ആയതെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, 70 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മാർക്കോസ് എന്ന് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പാപ്പിയാസ് പോലുള്ള അവരുടെയൊക്കെ രേഖകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ പറയാൻ കാരണം, ഇദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ഗെത്സമൻ തോട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പേരുകളെ സുവിശേഷത്തിലുള്ളെങ്കിലും ചരിത്ര രേഖകളിൽ ഇദ്ദേഹത്തിൻ്റെ പേരും കൂടെ ഉണ്ട്. യേശുവിൻ്റെ ഗെത്സമൻ തോട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. റോമക്കാർ യൂദാസ്കറിയാത്ത ഒറ്റിക്കൊടുക്കപ്പെട്ട സമയത്ത് യേശുവിനെ അവർ പിടിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ കൂടെ പിടിക്കാൻ നോക്കിയ ആ സാഹചര്യത്തിൽ ഒരുത്തൻ തുണിയും കൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഓടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? ആരുമില്ല. വായിച്ചിട്ടുണ്ടോ? ആ ഓടിയ ആൾ ഈ മാർക്കോസാണ്. ഡീസൻ്റാണ്. അതുകൊണ്ടാണ് പേരധികം എഴുതാത്തത്. ഈ മാർക്കോസാണ് ഓടിയത്. അതാണ് ചരിത്രം 1-ാം നൂറ്റാണ്ടിലെ രേഖകളാണ് പറയുന്നത്. മാർക്കോസിൻ്റെ പേരാണ് പറയുന്നത്. ഇതേ ഈ മാർക്കോസ് തന്നെ പൗലോസും ബർണ്ണബാസും സുവിശേഷ വേല ചെയ്ത് അവിടെ വിട്ട് ഇടിയും ബഹളവും കാരാഗ്രഹവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇതേ മാർക്കോസ് പൗലോസിൽ നിന്നും ബർണ്ണബാസിൽ നിന്നും ഒരൊറ്റ മുങ്ങൽ മുങ്ങി. ഈ പുള്ളി ജീവനിൽ ഇച്ചിരി കൊതിയുള്ള ഒരാളാണ്. മുങ്ങി. ആ മാർക്കോസിനെ രണ്ടാമത് കൊണ്ടുപോകാൻ ബർണ്ണബാസ് നിർബന്ധിക്കുന്ന സമയത്ത്, കൊളോസോസ് തിയോളജി പഠിച്ചവർക്കറിയാം, നിർബന്ധിക്കുന്ന സമയത്ത് പൗലോസ് തടഞ്ഞു. ഇവനെ ഇനി വേണ്ടെന്ന് പറഞ്ഞു. ഇവനെ ഇനി എൻ്റെ കൂടെ വേണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഇവൻ ക്രിസ്തുവിൻ്റെ ഗെത്സമനിൽ നിന്ന് ഓടിയവനാണ്. 2, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശുശ്രൂഷയിൽ ഓടിയതാണ്. ഈ മാർക്കോസിന് ഓട്ടവേ ഉള്ളൂ. അതായത് സുവിശേഷ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഓടിയവനാണെങ്കിലും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ടും ആ ഓട്ടത്തിന് ഇച്ചിരി വ്യത്യാസം വന്നിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫുൾ ടൈം ഉറങ്ങുന്നവൻ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഗുരുക്കന്മാരൊന്ന് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ജിൽ പോലെ പൊങ്ങി ഉടൻ തന്നെ ഒരു പ്രാർത്ഥന, ഉടൻ തന്നെ ഒരു ആരാധന, ഉടൻ തന്നെ ഒരു പ്രവചന ശുശ്രൂഷ, ഇതെല്ലാം കഴിയും. പിന്നെ കിടന്നുറങ്ങും. പിന്നെ വിളിച്ചാൽ ഫോൺ കൊടുക്കത്തില്ല. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു 11 മണിയാകുമ്പോൾ വിളിക്കും രാവിലെ. ഹലോ ഉറക്കത്തിൽ നിന്നേ എഴുന്നേറ്റ്, ഹലോ എവിടെയാ? ഇവിടെ. ഇപ്പോൾ പ്രവചന ശുശ്രൂഷ ഉണ്ടോ? ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ദർശനമുണ്ടോ? ഉണ്ട്. ഇപ്പോൾ പ്രസംഗത്തിന് ആദർശമുണ്ടോ? ഉണ്ട്. ഇതാണ്. അതുകൊണ്ടാണ് ഇറങ്ങി എന്നതിലല്ല അർത്ഥം. ദൈവം കറക്റ്റായിട്ട് തീഷ്ണതയുണ്ടോ എന്നുള്ളതിലാണ് അർത്ഥം. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇന്ന് മുതൽ ഞാൻ പറയുന്ന കണക്ക് ചെയ്താൽ മതി. ഒരു 8 മണിയാകുമ്പം തീഷ്ണതയാൽ നിറഞ്ഞു നിൽക്കുന്ന, 8 വേണ്ട, ഒരു 9 മണിയാകുമ്പം തീഷ്ണതയാൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഈ സുവിശേഷ വേലയിൽ വാചകം അടിക്കുന്നവരെയൊക്കെ നിങ്ങൾ ഫോണിൽ വിളിക്കണം. അപ്പം ഹലോ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുവാണെങ്കിൽ പിന്നെ അവൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് മടക്കി പോക്കറ്റ് വെച്ചു. മനസ്സിലായോ? പക്ഷെ അവൻ തലേന്ന് 1 മണി വരെ 2 മണി വരെ അവൻ ഏതെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ശല്യത്തിന് പോകരുത്. തലേന്ന് ഒന്നുമില്ലായിരുന്നു, ഈച്ചയടിച്ചിരിക്കുമായിരുന്നു. പിറ്റേന്ന് 9 മണിയായിട്ട് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കരുത്, സുവിശേഷകനല്ല, ദൈവം തിരഞ്ഞെടുത്തിട്ടുമില്ല. മനസ്സിലാവുന്നുണ്ടോ? വല്ലതും പിടികിട്ടുന്നുണ്ടോ? എന്തുവാണ് ഈ ഉറക്കം? എന്തിൻ്റെ കാണിക്കുന്നതാണ്? അലസതയെ കാണിക്കുന്നതാണ്. അവൻ ഭൗതികതയിലും കൊള്ളില്ല, ആത്മീയതയിലും കൊള്ളില്ല. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേതാണ് മുൻസ്ഥാനം എന്ന് പറയും. ആദ്യത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഭൗതികതയിൽ
തീഷ്ണതയുള്ളവൻ. രണ്ടാമത്തെ എന്താണ്? മുൻസ്ഥാനം എന്ന് പറയും. ഭൗതികതയോട് ഞാൻ ഭൗതികതയാണ് നിങ്ങളെ ആദ്യം പറയുന്നത്. ആത്മീയതയുടെ കാര്യമൊന്നും നിങ്ങളെ ഏൽപ്പിക്കുന്നില്ല. ഭൗതികതയിൽ നിങ്ങൾക്ക് മുൻസ്ഥാനം. ഭൗതികതയിൽ മുൻസ്ഥാനം പാടില്ലെന്നല്ലേ പറയുന്നത്? മാനസാന്തരപ്പെടുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ക്യാരക്ടറാണ് പറയുന്നത്. ഭൗതികതയിൽ മുൻസ്ഥാനം. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ്, വചനം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വഭാവം ഇതായിരുന്നു. ഭൗതികതയിലൊക്കെ ഇച്ചിരി മുൻസ്ഥാനമൊക്കെ കൊടുത്ത് നടന്ന ഒരാളാണ്. അങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾക്കുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ പെങ്ങന്മാർ, അത് കഴിഞ്ഞേ എനിക്ക് ആരുമുള്ളൂ. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ഇത് കഴിഞ്ഞേ എനിക്ക് ആരുമുള്ളൂ. ഇങ്ങനെയുള്ള ഭൗതിക റിലേഷന് ഭയങ്കര മുൻസ്ഥാനം കൊടുക്കുകയാണ്. ഭയങ്കര സ്ഥാനം. എൻ്റെ കൊച്ചപ്പൻ, ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റിലേഷൻസിന് മുൻസ്ഥാനം കൊടുത്ത് പോകുന്ന ആൾക്കാർ, ഇവരെയും വിളിക്കും ദൈവം. ക്രിസ്തുവുമായിട്ട് ഇവർക്ക് ഒരു സ്നേഹബന്ധം ഉണ്ടായ പിന്നെ ക്രിസ്തുവിന് വേണ്ടി ഇവർ രക്തസാക്ഷിയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ അത് കഴിയുമ്പോൾ, ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, ഇവരുടെ ഭൗതിക റിലേഷനെല്ലാം ഇവരുടെ മാറിയിട്ട് ഇവർക്ക് മുൻസ്ഥാനം ക്രിസ്തുവിലേക്ക് പോകും. ഞാനൊരു ഉദാഹരണം പറയാം. മോശ ഇസ്രായേൽ ബന്ധത്തോട് രാജകൊട്ടാരത്തിലായിരിക്കുമ്പോഴും ഭൗതിക റിലേഷൻ സൂക്ഷിച്ച ആളായിരുന്നു. അതായത് മോശ ഇസ്രായേലിലെ ഓരോ അടിമകളോട് സ്നേഹം കാണിച്ച ഒരാളാണ്. ഒരു ഈജിപ്തുകാരൻ ഇസ്രായേൽക്കാരനെ അടിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ രാജകീയ പദവി പോലും നോക്കാതെ എടുത്ത് ചാടി സഹോദരനോടുള്ള തീഷ്ണത കാണിച്ചവനാണ്. ഹല്ലേലൂയ. അതേപോലെ അമ്മായിപ്പൻ്റെ ജത്രയുടെ ആടിനെ മേയ്ക്കുന്ന സമയത്ത് ജോലിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം രാവിലെ മുതൽ ആടുമായിട്ട് എവിടോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ 2-3 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് ആടുകളുടെ പേരുമെടുത്ത് ഒരു വലിയ കൂട്ടം ആടുകളുമായിട്ടാണ് ജത്രോയുടെ ഭവനത്തിലേക്ക് 40 വർഷമായിട്ടുള്ള ജീവിതം. ഒന്നിലും മോശയെ കുറവുള്ളവനായി കാണാൻ ജത്രോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് താൻ എവിടെയായിരിക്കുന്നോ തൻ്റെ ഗണത്തോട് തീഷ്ണത കാണിക്കുന്നവൻ, അബ്രാമിൻ്റെ ബ്ലഡിനോട് തീഷ്ണത കാണിക്കുന്നവനായിരുന്നു. ദൈവം ഇതുപോലെ, അതായത് ദൈവജനത്തോടുള്ള തീഷ്ണത, ഈ തീഷ്ണതയാണ് മോശയെ തിരഞ്ഞെടുക്കാനുള്ള യഥാർത്ഥ കാരണം. അതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഇതൊക്കെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ ക്വാളിറ്റിയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല. ഭൗതിക കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ ആത്മീയ കാര്യയെ ഏൽപ്പിക്കത്തോളം ദൈവം. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. നിൻ്റെ ഭൗതിക കാര്യത്തിൽ നീ വിശ്വസ്തത പുലർത്തിയാലേ ആത്മീയ കാര്യം നിങ്ങളുടെ മേൽ വരികയുള്ളൂ. അതേപോലെ തന്നെയാണ് ലക്ഷ്യം നേടാൻ. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ലക്ഷ്യം നേടാൻ, ഒരു ലക്ഷ്യത്തിലെത്താൻ നിങ്ങളുടെ ആഹാരം കഴിക്കുന്നത് മറന്നുപോകും. നിങ്ങളുടെ എല്ലാം മറന്നുപോയിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രാപ്പകൽ ഒരു ഓട്ടം ഓടുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായും നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കും. അങ്ങനെ ഒരു ക്യാരക്ടറുള്ളവരെയാണ്. ഇങ്ങനെ ക്യാരക്ടറുള്ളവരെയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് രാപ്പകൽ ഉറക്കമുളച്ച് അധ്വാനിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കും ദൈവം. കാരണം ആത്മീയ ജീവിതത്തിലെ ആത്മീയ സ്വഭാവത്തിലേക്ക് ആ വ്യക്തി എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി നിലനിൽക്കും. ക്രിസ്തുവിൻ്റെ നിത്യജീവൻ കിട്ടുന്നത് വരെയും ആ വ്യക്തി ഓടും. തിരഞ്ഞെടുക്കാത്ത ആൾക്കാരാണ് എവിടെ പോയാലും, സ്വന്തക്കാരുടെ ഇടയിൽ ചെന്ന ബഹളം, കൂട്ടുകാരുടെ ഇടയിൽ ചെന്നാൽ വാചകടിച്ച് അവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കും. കുടുംബജീവിതത്തിൽ ചെന്നാൽ പ്രശ്നം, എവിടെയും പ്രശ്നമാണ്. ഊഹാഭോഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കും. ആരുമായിട്ട് ചേർന്ന് പോകത്തില്ല. ഇങ്ങനെ ഒരാളെ ദൈവ വേലയ്ക്ക് എടുക്കുന്നത്, അയാളെ ഉപേക്ഷിക്കത്തില്ല, പക്ഷെ അയാളെ എന്തിൻ്റെ ലീഡറാക്കിയൊന്നും മാറ്റത്തില്ല. പ്രശ്നക്കാരെ പൊതുവെ ഒഴിവാക്കാറുണ്ട് ദൈവം. ഹല്ലേലൂയ. നമ്മൾ ചിലവർ കണ്ടില്ലേ, എവിടെ വന്നാലും ചിലവർ കണ്ടില്ലേ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ മാറി മാറിപ്പോകും. ആദ്യമേ ഒരു പ്രയർ ഗ്രൂപ്പിൽ പോകും, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രശ്നം, അത് കഴിഞ്ഞാൽ അടുത്ത പ്രയർ ഗ്രൂപ്പ്, അവിടെ പ്രശ്നം, അത് കഴിഞ്ഞാൽ വേറൊരു പ്രയർ ഗ്രൂപ്പ്. എന്നാലൊരു ഭാര്യ ദുബായിൽ വെച്ച് പറയുക, അയാൾ പറയുക, ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ ക്ലാസിൻ്റെ സമയത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുക. 1ാമത്തെ ധ്യാനമായി, 2ാമത്തെ ധ്യാനമായി. ഇപ്പോൾ ഞാൻ അവരെ കാണാൻ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ആരാധിക്കണം. ബ്രദറെ, എങ്ങനെ ആരാധിക്കും? ഇത് ഞങ്ങളുടെ 5ാമത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ഇതിപ്പം ഇവിടോട്ട് കൊണ്ടുവന്നിരിക്കുക. ബ്രദറെ ഇവിടെയും നിൽക്കത്തില്ല,
ഇവിടെ നിന്ന് ഇനി അടുത്തടുത്തോട്ട് പോകും എന്ന് പറഞ്ഞു. അതെന്തുവാ? ഈ മനുഷ്യൻ ഇങ്ങനെ ബ്രദറെ, ആദ്യമേ കയറി മുട്ടും, വളരെ സ്നേഹമായിട്ട് കാണും, ഇടപെടും. അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി, അവിടെ ഒരു വഴക്കുണ്ടാക്കി, ഞങ്ങളെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് അടുത്തടുത്തോട്ട് കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയും ഇതുപോലൊരു ഗ്രൂപ്പ് വേറെ ഇല്ല, ഇതാണ് നല്ല ഗ്രൂപ്പ് എന്ന് പറയും. അത് കഴിയുമ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇയാളുടെ സ്വഭാവം അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇയാളുടെ ക്യാരക്ടറും ഇയാളുടെ പ്രിൻസിപ്പിളും ആ ഗ്രൂപ്പിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം. അതിനുവേണ്ടി അവിടെ ഒരു വേലയൊക്കെ കാണിക്കും. അപ്പോൾ കർത്താവിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ കീഴിൽ വളരുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ അത് സമ്മതിക്കത്തില്ല, മാറിക്കിടാന്ന് പറയും. അപ്പോഴത്തേക്ക് അവർ കുറ്റക്കാരാവും, അവർ പ്രശ്നക്കാരാവും, അവർ ദുരിതമാകും. പിന്നീട് അവരുമായിട്ട് പ്രശ്നമുണ്ടായി അവരൊക്കെ മാറും. അങ്ങനെയാണ് ബ്രദറെ ഇയാളുടെ കറക്റ്റ് സ്വഭാവത. ഇതിപ്പോൾ 5ാമത്തെ ഗ്രൂപ്പ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുക. ഇനി ഇവിടെ നിങ്ങളുമായിട്ട് പ്രശ്നമാവും, നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു രോഗശാന്തിയൊക്കെ മേടിച്ചെടുത്തു. അത് കഴിഞ്ഞ് പോയി. പിന്നീട് നമ്മുടെ ഗ്രൂപ്പിലെ ബ്രദേഴ്സ് അടുത്ത ധ്യാനമുണ്ട്, വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, വരുന്നില്ല, ഞങ്ങൾ നിങ്ങളുമായിട്ട് ചേർന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ വിളിച്ച ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ ബ്രദർ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്തുവാ ഇന്നാണൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, പൊണ്ടാട്ടി ഇത് തന്നെ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തന്നെ ആയിരിക്കും സ്വഭാവം എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ദൈവവേലയ്ക്ക് വിളിക്കുമോ ഇങ്ങനെയുള്ളവരെ? ഇവരെ ദൈവത്തിന് അറപ്പുള്ളവരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തില്ല, അനുഗ്രഹം ഉണ്ടാകത്തില്ല, എവിടെയും നിലനിൽക്കത്തില്ല, ചാടി നടക്കും. പിന്നെ ഞാൻ നമ്മുടെ ക്യാരക്ടർ അത് ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെയെങ്കിലും. എൻ്റെ ബിഹേവിയർ, എൻ്റെ ക്യാരക്ടർ ഈ ഗ്രൂപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ബഹളം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള രീതികൾ ഇതെല്ലാം അപകടമാണ്. ആദ്യം പറഞ്ഞ ഭൗതിക മേഖലക്കാരെ മാത്രമേ ദൈവം തൻ്റെ വേലയ്ക്ക് തിരഞ്ഞെടുക്കത്തുള്ളൂ. അവരെ ആവശ്യമുണ്ട്. അവർ ചുണക്കുട്ടികളാണ്, അവർ ഭൗതികതയിൽ ചുണക്കുട്ടികളായിരുന്നു. എന്നാൽ അവർ ഭൗതികതയിൽ അലമ്പും ബഹളവും അവിടെ കിടന്ന് പ്രശ്നവും ഉണ്ടാക്കുന്നവരെ ദൈവം തിരഞ്ഞെടുക്കത്തില്ല. അത് വെറുതെയാണ് ബൈബിളുമായിട്ട് നടക്കുന്നത്, കള്ളത്തരമാണ്. ഞാൻ ഉള്ള കാര്യം പറയാം, ദൈവം തിരഞ്ഞെടുക്കത്തില്ല എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ, നിങ്ങളുടെ തീക്ഷ്ണതയെ ദൈവം അളക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതൊക്കെ തരത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞ തരത്തിൽ തീക്ഷ്ണതയിൽ കുറവുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിളിയിൽ പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, അവിടുന്ന് തന്നെ വിളിച്ച് വേർതിരിച്ച് എടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, എൻ്റെ സ്വഭാവം ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനല്ല, അവിടുത്തെ നിയമവും അവിടുത്തെ പ്രിൻസിപ്പലും കൊണ്ടുവരുവാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുക്കണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ സകല സ്വഭാവവും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളവ ഗ്രൂപ്പിലേക്ക് എത്തിക്കുവാൻ എന്നെ തിരഞ്ഞെടുക്കണമേ. കർത്താവേ, എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണ ശക്തിയോടെ ചെയ്യുവാൻ എന്നെ തിരഞ്ഞെടുക്കണമേ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. പ്രാണൻ പോളം നിന്റെ പിന്നാലെ വരട്ടെ പ്രാണൻ പോളം നിന്റെ പിന്നാലെ വരട്ടെ. ഒരിക്കലും നീ എന്നോട് പറഞ്ഞിട്ടില്ല.
മാറിപ്പോകില്ല. പ്രാണൻ പോകോളം നിന്റെ പിന്നാലെ വരട്ടെ യേശുപരാ. വേണ്ട വേണ്ടാതെ ഒരിക്കലും നീ എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന കൊടുക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹൃദയം കൊണ്ട് എല്ലാവരും യാചന പ്രാർത്ഥനകൾ നടത്തുക. പ്രാർത്ഥിക്കുന്ന കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു. കൃപ ഇറങ്ങി വരട്ടെ. കൃപയുടെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. ചൈതന്യം ഞങ്ങളുടെ മേൽ അയക്കണമേ. അഭിഷേകം ഞങ്ങളുടെ മേൽ അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവ നമ്മളെ പ്രത്യേകം പരിഗണിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിലാണ് ദൈവത്തിൻ്റെ വഴിനടപ്പ് നമുക്ക് ഇന്ന് തന്നെ ലഭിക്കും. ദൈവം നമ്മളെ പ്രത്യേകം പരിഗണിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പേർ ഗലീല കടലിലുണ്ടായിരുന്നു. അതിൽ നിന്ന് പത്രോസിനെ പ്രത്യേകം പരിഗണിച്ചു. നിന്നെ പ്രത്യേകം ഈ ദേശത്ത് പരിഗണിക്കാൻ നീ എന്ത് ചെയ്യണം? ഒന്ന്, ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എല്ലാവരെയും കാണുന്നുണ്ട്. ദുഷ്ടനെയും നല്ലവനെയും എല്ലാവനെയും എല്ലാ വ്യക്തികളെയും ദൈവം കാണുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ദൈവം എല്ലാവരെയും കാണുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം യെസ് എന്നായിരിക്കണം, നോ എന്നായിരിക്കരുത്. കുറച്ച് പേരെ കാണുന്നില്ല, കുറച്ച് പേരെ കാണുന്നുണ്ട്, അങ്ങനെയല്ല. ദൈവം സർവ്വവ്യാപിയാണ്. സങ്കീർത്തനം 33 അധ്യായത്തിൽ 13-15 വാക്യം. Psalm chapter 33 verses 13-15. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. എല്ലാ മനുഷ്യരും, ഒരാൾ പോലും ഒഴികഴിവുകളില്ല. എല്ലാ ലോകത്തുള്ള സകല ജാതിക്കാരെയും സകലരെയും ദൈവത്തിന് കാണാൻ പറ്റും. അടുത്തത്, തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. തൻ്റെ സിംഹാസനത്തിൽ, സിംഹാസനം എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റിനെയാണ്, ന്യായവിധിയാണ് സിംഹാസനമായിട്ട് വ്യാഖ്യാനം ചെയ്യുന്നത്. അതായത് ന്യായവിധിയാകുന്ന തൻ്റെ പവറിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ദൈവം നോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത്, അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. 15ാമത്തെ വാക്യം എല്ലാവരും ഒന്നും കൂടെ വായിച്ചോ. അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. ഹൃദയങ്ങളെ രൂപപ്പെടുത്തിയത് ദൈവമാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവത്തിന് കണക്ട് ചെയ്ത്, ഒരു മനുഷ്യനല്ല ദൈവം, ദൈവ ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് പമ്പ് സെറ്റാണ്. അത് മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ പമ്പ് സെറ്റ്. അതിന് തിങ്കിങ്ങിനൊന്നുമില്ല, ചിന്തിക്കുന്നത് മൊത്തം തലച്ചോറാണ്. എന്നാൽ പ്രാചീന ഗ്രീക്ക് വാക്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രീക്ക് വാക്കിന് ചിന്തകൾക്ക് ഹൃദയം എന്ന് ഉള്ള വാക്കാണ് വരുന്നത്. കാർഡിയക് അറസ്റ്റ് എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ കാർഡിയക് എന്നുള്ളത് ഗ്രീക്ക് വാക്കാണത്. അത് മെഡിക്കൽ ഭാഷയിൽ പലതും ഗ്രീക്ക് ലാറ്റിൻ വാക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ തിയോളജിയിൽ പഠിക്കുന്ന പല ഗ്രീക്ക് വാക്കുകളും ഡോക്ടർമാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗ്രീക്ക് ലത്തിൻ വാക്കുകളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ മെഡിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നത്. അല്ലാതെ വേറെ വാക്കൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷ് കുറച്ചുണ്ട്. രോഗങ്ങളുടെ പല പേരുകളും അതിൻ്റെ പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് കൂടുതലും ഗ്രീക്ക് വാക്കുകളാണ്, പിന്നെ ലത്തിൻ വാക്കുകളുമാണ്. അപ്പം ലത്തിനും ഗ്രീക്കും, തിയോളജിയിൽ ഗ്രീക്ക് അറിയാവുന്നത് കാരണം അവർ പറയുന്ന പല വാക്കുകളും നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ കാർഡിയാക്ക് എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് അത് ഒരു കാലത്ത് ചിന്തകൾക്കും ഹൃദയത്തിനും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ പ്രാചീന ഗ്രീക്കിലെ ചിന്തകൾ എന്ന് പറയാൻ കാർഡിയാക്ക് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഹൃദയം എന്ന വാക്ക് ആദ്യകാലങ്ങളിൽ ചിന്തകൾ എന്ന് അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ മനുഷ്യൻ്റെയും ചിന്തകളും ഭാവനകളും കാണാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ്. ചിന്തകൾ നിർമ്മിച്ച ദൈവത്തിന് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ചിന്തിച്ച, അതായത് ചിന്തകൾ നമ്മുടെ മനുഷ്യൻ്റെതായ ഭാവനകളും ചിന്തകളും സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാം സാധിക്കും എന്നൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ ഇനി അടുത്തത് പറയുന്നത്, നമ്മൾ ബൈബിളെടുത്ത് നിൽക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന രഹസ്യമായ പാപങ്ങൾ, ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത്, ഈ പാപങ്ങൾ പോലും നമ്മൾ ദൈവത്തിനെ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ആ പാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ദൈവം അത് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം. അതിന് ലൂക്കായുടെ സുവിശേഷത്തിലെ യേശുക്രിസ്തു പറയുന്ന വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുക 12:2 നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. ലൂക്കയുടെ സുവിശേഷം 12:2 മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. ഇതൊക്കെ ദൈവത്തിനറിയാം. മറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നത്, നിഗൂഢമാണെന്ന് നിങ്ങൾ കരുതുന്നത് എല്ലാം പുറത്തു വരും. ഇത് ദൈവത്തിനറിയാം. കൂടുതൽ അതിനോട് സാദൃശ്യമായി, അതിനോട് ചേർന്ന് നിങ്ങൾ പഠിക്കേണ്ട വചനമാണ് സദൃശവാക്യങ്ങൾ 5:21 വാക്യം. സദൃശവാക്യങ്ങൾ 5:21 വാക്യവും നമ്മൾ അതിനോട് ചേർന്ന് തന്നെ പഠിക്കേണ്ടതാണ്. മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു. മനുഷ്യൻ എന്ത് ചെയ്താലും കർത്താവ് അത് കാണുന്നുണ്ട്. അവിടുന്ന് അവന്റെ പാതകളെ ശോധനം ചെയ്യുന്നു. ഒന്ന് മാത്രം വായിച്ച് എല്ലാവരും ഒന്ന് വായിക്കാമോ? മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു, അവിടുന്ന് അവന്റെ പാതകളെ ശോധന ചെയ്യുന്നു. അവന്റെ നടപ്പ് എങ്ങനെയാ പോകും, അവൻ എന്തൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് എപ്പോഴും അതിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാം. ഇവിടേക്കാണ് ദൈവവിളിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മുടെ വരങ്ങളെ ബാധിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ദർശനവരം അണഞ്ഞുപോയി, നമ്മുടെ പ്രൊഫസി പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയി, നമ്മുടെ ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് കുറവ് വന്നു, നമ്മുടെ പ്രസംഗത്തിൻ്റെ തീക്ഷ്ണത കുറഞ്ഞു. എന്താണെന്ന് ഇതിങ്ങനെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രവർത്തികൾ 24 മണിക്കൂറും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അസഹ്യമായി, അത് കൂടുതലായി, അപ്പോൾ പ്രശ്നമായി. അപ്പോൾ നിൻ്റെ വരങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ കെട്ടിയിട്ടിരിക്കുന്ന തരത്തിൽ നിനക്കിപ്പോൾ വയ്യ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ നേരത്തെ നീ ഡേറ്റ് എണ്ണിയിരിക്കും, ടൈം എണ്ണിയിരിക്കും. 3:30 വണ്ടിയൊക്കെ റെഡിയാക്കി വെക്കുക. 3:30 ബൈബിൾ എടുക്കുന്നു, ബാഗിൽ വെക്കുന്നു, ബൈക്കിൻ്റെ അകത്ത് കയറണം എന്ന് ആഗ്രഹിച്ചിരുന്ന നീ ഇപ്പോൾ പ്രാർത്ഥനക്കാരുടെ ഫോൺ വരുമ്പോഴേ അതെടുക്കണ്ട കേട്ടോ, അതെടുക്കണ്ട എന്ന് ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് നിൻ്റെ പ്രവൃത്തികൾ കാണുന്നുണ്ട് ദൈവം. അത് കാർമേഘം പോലെ നിന്നെ പൊതിയുകയാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിൻ്റെ പാപം ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു കെട്ടുണ്ട്. എപ്പോഴും ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ എപ്പോഴും ഇങ്ങനെ നിൽക്കും 24 മണിക്കൂറും. അതാണ് അപകടം, അതാണ് അനർത്ഥം സംഭവിക്കുന്നത്. ജെറമ്യയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ജെറമ്യയുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യം, ജെറമ്യ 16:17 എടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു അപകടകരമായ ഒരവസ്ഥ. ആ അവസ്ഥയെ നമുക്ക് ബോണ്ടേജായി മാറും, ബന്ധനമായി മാറും. നമ്മുടെ നടപ്പിനും ബ്ലോക്ക് വീഴാൻ തന്നെ ഇടയാകും. അതായത് ജെറമ്യ 16:17 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. അവരുടെ പ്രവർത്തികൾ ഞാൻ കാണുന്നുണ്ട്. അവരുടെ പ്രവർത്തികൾ, എല്ലാ മനുഷ്യന്റെ പ്രവർത്തികളും ഞാൻ കാണുന്നുണ്ട്. അവ എനിക്ക് അജ്ഞാതമല്ല. ഒരിക്കലും എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അടുത്തത്, അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യവുമല്ല. അവരുടെ ഇത് വളരെ ശ്രദ്ധിക്കണം. അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണിൽ വളരെ വളരെ നോട്ടഡാണ്. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒന്ന് സ്തുതിച്ച് നമുക്കൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അത് എൻ്റെ കെട്ടുകൾ അഴിക്കണമേ, അതിൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ബൈബിളിൽ പറയുവാണ്, അവരുടെ എല്ലാ വഴികളുടെ മേലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു ആത്മാവ് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യ പ്രവർത്തനങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നതല്ല. പിന്നെ അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണിന് എന്ന് പറഞ്ഞാൽ ഹൈഡായിട്ടിരിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഹൈഡാവുന്നില്ല എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ഒളിഞ്ഞൊന്നും എൻ്റെ കണ്ണിൽ നിന്ന് ഒളിഞ്ഞൊന്നും എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇതാണ് പറയുന്നത്. ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അകൃത്യങ്ങൾ എൻ്റെയും നിങ്ങളുടെ അകൃത്യങ്ങൾ ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യാചിക്കോ, ദൈവമേ എന്നെ ഞാനൊന്ന് ചെയ്യണമെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അകൃത്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുവാണ്, ദൈവം ഇല്ലയോ, എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തത്? ആദ്യമേ ദൈവത്തിൻ്റെ കൺമുമ്പിലുള്ള നിൻ്റെ വൻ അകൃത്യങ്ങൾ അഴിഞ്ഞു മാറണം. അതിന് പാപക്ഷമ കിട്ടണം. അത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോഴാണ് ദൈവവിളി. പലരും പ്രവചനം പറഞ്ഞല്ലോ, എനിക്ക് ദൈവവിളി ഉണ്ടെന്ന്. ഇതുവരെയായിട്ട് എനിക്കൊന്നും അനങ്ങിയിട്ടില്ലല്ലോ. ഈ പാപക്ഷമ കിട്ടാതെ നടക്കത്തില്ല. യേശുവേ ആരാധന, ഹല്ലേലൂയ. അപ്പോൾ സിംഹാസനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെ പറയുന്നതാണ്. ന്യായവിധി എന്നുള്ള അർത്ഥമാണ്. പിന്നെ ദൈവത്തിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ 7 ആത്മാക്കളുണ്ട്. മനുഷ്യനിലേക്ക് ഇങ്ങനെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തന്നെ പല ആത്മാക്കളുണ്ട്. ആ ആത്മാക്കൾ നിങ്ങളെ നോട്ട് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇനി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ വായിച്ചാൽ നമുക്ക് വ്യക്തമായും മനസ്സിലാവും. സങ്കീർത്തനം 11:4 വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടും. ആമേൻ. എന്താണ് അതിൽ പറയുന്നത്? വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ ദൈവം അതിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ചാപ്റ്റർ 11:4. കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അവിടുത്തെ സിംഹാസനം സ്വർഗ്ഗത്തിലാണ്. സിംഹാസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ന്യായവിധിയാണ്. അടുത്തത്, അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു. അവിടുത്തെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ കാണുന്നുണ്ട്. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അവിടുന്ന് അവരെ എന്തു ചെയ്യുവാണ്? സൂക്ഷ്മമായി പരിശോധിക്കുക. നിങ്ങളെപ്പോഴും നോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പോഴും കാണുന്നുണ്ട്. ഒരിക്കൽ കൂടി ആ വചനം വായിച്ചോ, 11:4 ഒരിക്കൽ കൂടി വായിച്ചോ. കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അവിടുത്തെ സിംഹാസനം സ്വർഗ്ഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു. അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നുണ്ട്. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. സൂക്ഷ്മമായി നിങ്ങളെ ശ്രദ്ധിക്കും. വെറുതെ ഒന്നും ഇരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ചിലവർ പറയത്തില്ല, ഞാനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു ദൈവദാസൻ വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരി വിളിച്ചു, എടീ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എനിക്കിങ്ങനെ ഒരു വിഷമം പോലെ നീ ഇരിക്കുന്നതായിട്ട് കണ്ടു, എന്താ നിൻ്റെ പ്രശ്നം? അതെങ്ങനെ അവർ വിളിച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ നിങ്ങളോട് പറയുന്നത് എങ്ങനെ? എല്ലാ സമയവും ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നീ നിലവിളിക്കുന്നത്, നീ കരയുന്നതൊക്കെ ദൈവം കാണുന്നുണ്ട് എല്ലാ സമയവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രാർത്ഥനയെ പ്രതി ഉറക്കം മുളയ്ക്കുന്നവരെ ദൈവം കാണാതിരിക്കുമോ? സുവിശേഷത്തെ പ്രതി യാത്ര ചെയ്യുന്നവരെ ദൈവം കാണാതിരിക്കുമോ? ആമേൻ, ഹല്ലേലൂയ. ഉറക്കമുളച്ച് കിടന്ന് കഷ്ടപ്പെടുന്നവരെ ദൈവം കാണാതിരിക്കുമോ? ഇവിടെ ബോക്സുകളും ലൈറ്റുകളും എല്ലാം പൊക്കി ചുമന്നുകൊണ്ട് വന്ന് വെക്കുന്നവരെ ദൈവം കാണാതിരിക്കുമോ? ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഉറക്കമുളച്ച് വരുന്നത് ദൈവം കാണാതിരിക്കുമോ? ഹല്ലേലൂയ. യേശുവിനെ പ്രതി അപമാനമേൽക്കുന്നവരെ യേശു ഏക രക്ഷകനെന്ന് പറഞ്ഞാൽ അപമാനമേൽക്കും. അതേസമയം കൂട്ടത്തിൽ കുറച്ച് പേരെയും കൂടെ ചേർത്ത് പറഞ്ഞാൽ അത്ര വലിയ അപമാനം വരത്തില്ല. യേശു മാത്രമാണ് ഏകരക്ഷ എന്ന് നിനക്ക് ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞങ്ങളൊക്കെ ഈ രൂപം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരൻ്റെ ജോലി എന്തുവാ എന്ന് ചോദിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ യേശു ഏകരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഭയുടെ മെമ്പറായിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു നോക്ക്, യേശു നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഉടനെ ചോദിക്കും, അപ്പോൾ ഇവിടെ കണ്ണുനീരും പാലും ഒഴുക്കുന്ന ഈ പുള്ളിക്കാരി പിന്നെ ഇവിടെ എന്തിനായിരിക്കുന്നത് ചോദിക്കത്തില്ലയോ? പുള്ളിക്കാരി എന്തിനാ പിന്നെ 24 മണിക്കൂർ കണ്ണുനീരും പാലും ഒഴുക്കി പിന്നെ രക്തമൊക്കെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്? യേശു ഏകരക്ഷ എന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ല. ചില വ്യക്തികൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, അവരെയും കൂടെ ചേർത്ത് അവർ വഴി യേശുവിലേക്ക് പോയി നിനക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ ഓക്കെ, യു ആർ ഗുഡ്. അങ്ങനെ ദുരുപദേശം പറയണം.
ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോൾ യേശു ഏകരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സത്യസന്ധമായി വചനം പറഞ്ഞാൽ നിങ്ങൾക്ക് അപമാനമേക്കും, അതും ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 24 മണിക്കൂർ കണ്ണീര് ഒഴുക്കുന്ന, വിയർപ്പൊഴുക്കുന്ന ഈ ബിംബത്തെ നമ്മൾ പരിഹസിക്കുന്നതും ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത്. ഹല്ലേലൂയ. വചനം പറയാൻ വേണ്ടി ഇറങ്ങി ജോലി നഷ്ടമായി പോയി. ജോലിക്കാരൻ പറഞ്ഞു, ഇനി നീ പ്രാർത്ഥനയായിട്ട് നടന്നു ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി നഷ്ടമായി. ദൈവം കാണുന്നുണ്ട്. പാവം മാത്രമല്ല ദൈവത്തിന് കാണാൻ കഴിവുള്ളത്, നീ ദൈവത്തിന് വേണ്ടി ചുമക്കുന്ന പെയിൻ ദൈവത്തിന് കാണാൻ പെട്ടെന്ന് സാധിക്കും. സ്വന്തം ഇടവക നിങ്ങളെ പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം കാണും. ക്ഷമിച്ചുകൊണ്ട് കൂടുതൽ സമയവും നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ശക്തി കാണിക്കുമ്പോൾ, ക്ഷമിച്ചുകൊണ്ടൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ എല്ലാം ക്ഷമിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ നിൽക്കത്തില്ലേ, അതെല്ലാം ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സൈഡിൽ പാപം കാണുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിൻ്റെ പ്രവൃത്തി കാണുന്നുണ്ട്, ഒരു സൈഡിൽ നിൻ്റെ കഷ്ടപ്പാട് കാണുന്നുണ്ട്. കഷ്ടപ്പാടിൻ്റെ എണ്ണം കൂടിക്കഴിയുമ്പോൾ ദൈവം നിന്നെ ചുമതല ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ചുമതല ഏൽപ്പിക്കുന്നത്. നിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ദൈവം കരച്ചിൽ വരും. ദൈവത്തിന് എനിക്ക് വേണ്ടി ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ നീ അനുഗ്രഹം പ്രാപിച്ചു. സ്തോത്ര. ഹല്ലേലൂയ. യോനയുടെ കരച്ചിൽ കണ്ട് ദൈവം ഇറങ്ങി വന്ന് കഷ്ടതയെ കൂടി ദൈവവേല ചെയ്ത് കഷ്ടതയായി യോന ഇരുന്ന് കരഞ്ഞപ്പോഴത്തേക്ക് ദൈവം വന്നിട്ട് സമാധാനം കൊടുത്ത് യോനയെ അനുഗ്രഹിച്ചു. ദാനിയേൽ പേടിച്ചു വിറച്ചു പനിയും പിടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദാനിയേലിൻ്റെ മേൽ ഇറങ്ങി വന്നു ദൈവം വിളിച്ചു വേർതിരിച്ചു. യോനയെയും വേർതിരിച്ചതുപോലെ എസെക്കിയേൽ കരഞ്ഞ് 25 വയസ്സേ ഉള്ളൂ, കരഞ്ഞ് നിലവിളിച്ചപ്പോൾ എസെക്കിയേലിന് കൃപാവരദാനങ്ങളും എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചു. പൗലോസ് ജയിലിൽ ഇടികൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ജയിലിൽ ഇറങ്ങിച്ചെന്നിട്ട് ഇവിടെ എനിക്ക് സാക്ഷ്യം നൽകിയതുപോലെ റോമിൽ നൽകണമെന്ന് പറഞ്ഞു. അതുവരെ ദൈവം അനങ്ങിയില്ല. എവിടെ നിനക്ക് സഹനമുണ്ടാകുന്നു? ഏത് സഹനമാണ്? ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനം. ഏത് സഹനം? ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനം. നമ്മുടെ ബുദ്ധിമോശം കാണിച്ചിട്ടുള്ള സഹനമല്ല, ക്രിസ്തുവിനെ പ്രതി. നീ വേദന തിന്നുമ്പോൾ, നീ സഹനമേൽക്കുമ്പോൾ അവിടെയാണ് ദൈവവിളി ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. അവിടെ നിൻ്റെ മേൽ ദൈവവിളി ഇറങ്ങി വരും. അവിടെയാണ് ദൈവം നിന്നെ വിളിച്ച് വേർതിരിക്കുന്നത്. അവിടെയാണ്. ഓടി ഒളിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ല, അനുദിനം ശക്തി പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവജനമേ നിന്നെ ദൈവം വെക്കുന്നു. സ്തോത്രം. ഇപ്പോഴത്തെ ആത്മീയ സഹനങ്ങൾ നിങ്ങൾക്ക് നേട്ടമാണെന്ന് കാണുക. ഇപ്പോഴത്തെ ആത്മീയ സഹനങ്ങൾ ദൈവവിളിയാണെന്ന് കാണുക. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സ്വരമുയർത്തി. യേശുവേ ആരാധന. ആമേൻ. സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ പ്രത്യേകം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുക. ഏതാണ്? ദൈവവേല ചെയ്ത് നീ കഷ്ടപ്പെടുന്നത് കണ്ട് ദൈവത്തിൻ്റെ കണ്ണ് നിറയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. നെഞ്ചിൽ കൈവച്ച് കണ്ണുകളടച്ച് തലകൾ കുനിച്ച് യേശു എന്നെ അനുഗ്രഹിച്ചു. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വാസിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം
സ്പർശിച്ചു, ജീവൻ എന്നിൽ രക്ഷിച്ചു. ഈശോ എന്നെ ജീവിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. നാദാ എൻ നാദാ, വാഴ്ത്താം നിന്നെ പുകഴ്ത്താം. നാദാ എൻ നാദാ, വാഴ്ത്താം നിന്നെ പുകഴ്ത്താം. നിന്റെ അനുഗ്രഹങ്ങൾ എന്നെ ചോദിക്കുന്ന എൻ്റെ ജീവിതകാലം മുഴുവൻ സാക്ഷ്യമേകാം. നിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ ചൊരിഞ്ഞതിന് എൻ്റെ ജീവിതകാലം മുഴുവൻ സ്തുതി. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സേവിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. കണ്ണിലടച്ച് നമുക്ക് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ പറയാം. എനിക്കൊരു വട്ടം കൂടെ അവസരം തരിക കർത്താവേ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീഷ്ണതയോടെ അങ്ങയ്ക്കായി ഇറങ്ങാം. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, പെറ്റമ്മ മറന്നാലും മറക്കുകയില്ലെന്ന്. ഞാൻ ആ വചനത്തിൽ വിശ്വസിക്കുന്നു. സ്വന്തം അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയാലും അവിടുന്ന് എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതിക്കുന്നു. ആ വിശ്വാസത്താൽ എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ശബ്ദമുയർത്തി, കുറച്ചുകൂടെ ശബ്ദമുയർത്തി. യേശുവേ നന്ദി. അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. തടസ്സമായി നിൽക്കുന്നത് അഴിയട്ടെ, തടസ്സമായി നിൽക്കുന്നത് അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. തിരിച്ചു വരണം. ഇനി നടക്കാൻ പോകുന്ന നിങ്ങളുടെ പ്രയറിൽ തീ ഇറങ്ങണം. തളർന്നിരിക്കുന്നവരല്ല, കേട്ടുകൊണ്ടിരിക്കുന്നവരല്ല,
സിയോൺ ശാലയിൽ വർക്ക് ചെയ്ത എല്ലാവരും അനുഗ്രഹം, അഭിഷേകം പ്രാപിച്ച എല്ലാവരും വർക്ക് ചെയ്തു. സിയോൺ ശാലയിൽ അഭിഷേകം അവരെല്ലാവരും സുവിശേഷകരായി മാറി. മലകൾ മാറിയകന്നു പോയ കുഞ്ഞിനെ അമ്മ മറന്നകന്നാലും എന്നേശു എന്നെ കൈവെടിയില്ല, എന്നാഥനെന്നെ പിരിഞ്ഞകലോല. മലകൾ മാറി അകന്നു പോയാലും, മലകൾ അകന്നു പോയാൽ അതൊക്കെ സംഭവിക്കാം. പക്ഷേ യേശു ഒരിക്കലും നമ്മളിൽ നിന്ന് മാറത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ. ഇന്ന് ഈ പകൽ സമയം അത് വിശ്വസിക്കുന്നോ നിങ്ങൾ? മലകൾ മാറിയകന്നു പോയ കുഞ്ഞിനെ അമ്മ മറന്നകന്നാലും എന്നേശു എന്നെ കൈവെടിയില്ല, എന്നാഥനെന്നെ പിരിഞ്ഞകലില്ല. മലകൾ മാറി അകന്നു പോയാലും കുഞ്ഞിനെ അമ്മ മറന്നകന്നാലും എന്നേശു എന്നെ കൈവെടിയില്ല, എന്നാഥനെന്നെ പിരിഞ്ഞകലില്ല. മലകൾ മാറി അകന്നു പോയ സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? കർത്താവ് എന്നെ ഒരിക്കലും വിട്ടുപോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവരൊക്കെ സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, 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 ആമേൻ.